ബാംഗ്ലൂർ ഒരു പണിയില്ലാതെ ഇങ്ങനെ തൊലിഞ്ഞിരിക്കുമ്പോൾ ഒരു ഗോവ ഡയറീസ് എന്ന് പറഞ്ഞ ഒരു പേജിൽ ഒരു മെസ്സേജ് വന്നു. ഗോവയെ പറഞ്ഞു ഇനി നിങ്ങൾ കാണാൻ പോണ സൂപ്പർ വാവന്റെ ടീമിന്റെ അഭിനയാണ്. അഭിനയൊന്നും നമുക്ക് പറഞ്ഞാൽ ഗോവ പോണതിന് മുന്നേ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എഴുതി. ഇവരെ കണ്ടതിനാ ഈ നീല ഷർട്ടത്തെ ചെക്കൻ ഒരു സൂക്കാണ്. എന്തിനാണ് മോനെ വെറുതെ ചൂടാവണത്? മോനൊരു പ്രശ്നം ഉണ്ടാവില്ല. മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? ഇക്ക പൊറോട്ട ഇറച്ചിയും പിടിച്ചത്. ഈ കാത്തിരിപ്പിന്റെ ഒരു സുഖം ഉണ്ടല്ലോ വേറെ. ഒന്ന് നെഹ്ദിയിലെ മന്തിക്ക് വേണ്ടി, പിന്നെ വിദേശ യാത്രക്കുള്ള റേഞ്ചിന് വേണ്ടി. എന്തേലും പറഞ്ഞിട്ട് കാര്യമല്ലോ. നെഹ്ദിയിലെ മന്തി അങ്ങനെ വാവന്റെ മെയിനാവലിന്റെ ഷെട്ട ടൗസർമീൻ കുപ്പായത്തുമീൻ നമ്മളാണ്ട് ഇറങ്ങി. കർണാടകയിലെ ഏതോ പഞ്ചായത്തിലെ ഷെല്ലിൽ പോയി കണ്ടു ഓരോ ചായ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് മാഗി എന്ന് പറഞ്ഞു കണ്ട് ഓനൊരു സാധനം തന്നിക്കണം. വല്ല പുഡിങ് മാരി. ഒപ്പം വന്നോളൂ നല്ല സ്വാലയത്തായ നായ്ക്കട്ടങ്ങളായോണ്ട് എല്ലാ പഞ്ചായത്തിലും ഒന്ന് നിർത്തിയിട്ട് വേണം. നേരെ അങ്ങനെ ചെറുതായിട്ട് വെളുത്തു വന്നു. നമ്മൾ അസറപ്പുറക്കത്തിലാണ്. ഹലോ സനു, മഞ്ജു വാര്യറാണ്. സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു. അമേസിംഗ് വർക്ക് കേട്ടോ. ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ കഴിവുള്ളത്. റോഡ് എന്നൊക്കെ പറഞ്ഞ കീടില പോലത്തെ ഒരു നല്ല റോഡ് ട്രിപ്പിനൊക്കെ പറ്റിയ റൂട്ടാണ് ബാംഗ്ലൂർ ടു ഗോവ. അങ്ങനെ ഇച്ചു വണ്ടി ഓടിച്ചാൽ പുതിയായിട്ട് പിന്നെ വാവയുടെ ഡ്രൈവ് പറഞ്ഞു തീർന്നപ്പത്തിന് റോഡിന്റെ പണിയായി. പോണ വൈക്കൊക്കെ പോണ്ടാന്ന് പറഞ്ഞിട്ടില്ല ബോർഡ് ഇങ്ങനെ കാണാം. കുറച്ചു പോയപ്പോഴല്ലേ മനസ്സിലായത് പോലീസ് ഓടിച്ചു. ഗോവയ്ക്ക് വരുന്ന ഒരു 10,000 രൂപ മാറ്റി വെച്ചും കണ്ടു. എന്തിനേലൊക്കെ ആയിട്ട് ഫൈൻ അടുപ്പിച്ചു. ഒന്നും കിട്ടില്ല, നിങ്ങൾ ഷെഡിട്ടില്ല പറഞ്ഞിട്ടെങ്കിലും ഫൈൻ അടുപ്പിച്ചു. നമ്മൾ ഗോവത്തിൽ മനസ്സിലായത് ഒന്ന് ഈ പാലം കണ്ടപ്പോഴും പിന്നെ ഈ പെണ്ണിനെ കണ്ടു. ഇത് കണ്ടപ്പോ നമുക്ക് ആ ഒറ്റ പ്രാർത്ഥനകളുണ്ടായിരുന്നു. അസൂയല്ലാത്തോണ്ട് അത് കഴിഞ്ഞാണ്ട് ഗോവ ഡയറീസ് തന്നെ നമുക്ക് അവിടെ റൂം സെറ്റ് ആക്കി. ഇവലീ നോക്കണ വേറൊന്നുമല്ല. അടുത്ത ഷോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി നാളെ